കാസർഗോഡ് ജില്ലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പാകത്തിൽ ചന്ദ്രഗിരി എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിവരുന്ന പൊലിയം തുരുത്ത് എക്കോ വില്ലേജ് ഏകദേശം 1 വർഷമായി ഇത് തുടങ്ങിയിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുരുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ജലാശയത്താൽ ചുറ്റപ്പെട്ട ചെറിയൊരു ഭൂപ്രദേശം. കാസർഗോഡ് ഏറ്റവും വലിയ പുഴയായ പയസ്വിനിപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന ചന്ദ്രഗിരി പുഴയാലാണ് പൊലിയം തുരുത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുമ്പോൾ അധികമൊന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ചെറിയൊരു തുരുത്തിനെയാണ് അവരിങ്ങനെ ഒരു ടൂറിസം മേഖലയായി വികസിപ്പിച്ചെടുത്തത്. തുരുത്തെത്തുന്നതിന് മുന്നേയുള്ള എൻട്രൻസാണിത്. മുതിർന്നവർക്ക് 100 രൂപയും ചെറിയ കുട്ടികൾക്ക് ചാർജ് ചെയ്യുന്നില്ല. 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മഴവില്ല് പോലെ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ഈ കാണുന്ന തൂക്കുപാലമാണ് തുരുത്തിനെ ബന്ധിപ്പിക്കുന്നത്. പാലം കടന്നു കഴിഞ്ഞാൽ തുരുത്തിലെത്താം. തൂക്കുപാലത്ത് നിന്ന് ചന്ദ്രഗിരി പുഴയുടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വിശാലമായ കാഴ്ച കാണാം. മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയധികം വെള്ളമുള്ളത്. വേനൽക്കാലങ്ങളിൽ വെള്ളം വറ്റാറുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് വരുന്നതായിരിക്കും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കൂടുതൽ നല്ലത്. തൂക്കുപാലത്തിലൂടെ നടന്നപ്പോൾ എനിക്ക് ചെറിയൊരു ത്രില്ല് തോന്നി. അങ്ങനെ വലുതായിട്ടല്ല, വളരെ വളരെ ചെറിയ തോതിൽ കുലുക്കമുണ്ടായിരുന്നു പാലത്തിന്. തുരുത്തിനകത്തെത്തിയപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള ചെറിയ പാർക്കാണ്. ടയറുകൾ പല നിറങ്ങളിലായി പെയിൻറ് ചെയ്തിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി ചെറിയൊരു പൂളും ഉണ്ട്. ടയറുകൾ ഇങ്ങനെ അടുക്കി വെച്ചത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്.
ഫാമിലിയായിട്ട് ഒരുമിച്ച് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഗസ്റ്റ് ഹൗസ് ആണിത്. മൊത്തം 4 ബെഡ്റൂംസ് ഉണ്ട് ഈ ഗസ്റ്റ് ഹൗസിൽ, പിന്നെ ഒരു ഹോളും ഉണ്ട്. ഈ ഗസ്റ്റ് ഹൗസ് കൂടാതെ താമസിക്കാൻ പറ്റിയ കോട്ടേജസും ഇവിടെ ഉണ്ട്. പരിപാടികൾ നടത്താനായുള്ള കോൺഫറൻസ് ഹാള്, ഓഡിറ്റോറിയം, പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ്, താമസിക്കാനാണെങ്കിൽ കോട്ടേജും ഗസ്റ്റ് ഹൗസും, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം, ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാനുള്ള വാക്കിംഗ് ട്രെയില്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സൗകര്യങ്ങൾ. ഇനിയും ചില സൗകര്യങ്ങൾ വരാനുണ്ട് എന്ന് തോന്നുന്നു. വാച്ച് ടവർ പോലുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ പ്രകൃതി ഭംഗിയും മലനിരകളും ചന്ദ്രഗിരി പുഴയുടെ കാഴ്ചയും ഒക്കെ മുകളിൽ നിന്ന് കാണാൻ പറ്റിയ രീതിയിലുള്ള വാച്ച് ടവർ. എനിക്കിതൊരു റിസോർട്ടിൻ്റെ ഒക്കെ ആംബിയൻസ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. തണുപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഒക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ എണീറ്റ് നമുക്ക് ചന്ദ്രഗിരി പുഴയുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടും ഇവിടെയുള്ള മരങ്ങളിലെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടും നല്ലൊരു മോർണിംഗ് വാക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരാറുള്ളത് അവിടെ എത്രത്തോളം പ്രകൃതി ഭംഗി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പരിധിയിലധികമായിട്ട് കൃത്രിമത ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രകൃതിയുടെ തനതായ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഒരു ദിവസം താമസിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. ആ 100 രൂപയ്ക്ക് കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അത് വെർത്തിട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ വരുന്ന സമയം കൂടി നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം. വേനൽക്കാലത്തൊക്കെ നട്ടുച്ച വെയിലിനൊക്കെയാണ് വരുന്നതെങ്കിൽ ക്ഷീണിച്ചിട്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാനുള്ള മൂഡിലായിരിക്കില്ല. അതുകൊണ്ട്
ചെറിയ തണുപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തോ ഒക്കെയാണ് വരേണ്ടത്. വാക്കിംഗ് ട്രെയിലിന് ചുറ്റും നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസ് കുടിച്ചു. അങ്ങനെ ജ്യൂസിൽ വലിയ പൈസ ഡിഫറൻസ്, കോസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും കാസർഗോഡ് സാധാരണ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സിനെ അപേക്ഷിച്ച് ചെറുതായിട്ട് കൂടുതലാണ്. പൊളിയംതുരുത്ത് സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ചെർക്കള വഴി ബോവിക്കാനം കാനത്തൂർ കുറ്റിക്കോൾ റൂട്ടിൽ എരിഞ്ഞിപ്പുഴ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് ആനക്കുഴി എത്തും. ആനക്കുഴി എത്തിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. അവിടെ കാണും ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട്. ലെഫ്റ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് ഒരു 2 കിലോമീറ്റർ വരാനുണ്ട്. ആ വരുന്ന റോഡ് ചെറുതായിട്ടൊന്ന് ഇടുങ്ങിയ റോഡ് തന്നെയാണ്. അപ്പോൾ വരുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം വരാൻ വേണ്ടിയിട്ട്. ഈ റോഡാണ് ഉള്ളിലോട്ടുള്ള ചെറുതായിട്ട് ഇടുങ്ങിയ റോഡ്. ചിലയിടങ്ങളിലൊക്കെ റോഡ് പൊളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് പുതിയതായിട്ട് താറിടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
എനിക്കൊന്ന് ബസ്സൊക്കെ വരികയാണെങ്കിൽ ആനക്കുഴിയിൽ അവർ നിർത്തിയിട്ട് ജീപ്പ് വരുമെന്ന് തോന്നുന്നു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരിചയമുള്ളവർക്ക് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബായ്. ടേക്ക് കെയർ. സീ യു സൂൺ.